നമസ്കാരം. നിങ്ങൾ ഈയിടെയായി സോഷ്യൽ മീഡിയയിലും മറ്റും സസ്റ്റൈനബിലിറ്റി എന്നൊരു വാക്ക് സ്ഥിരമായി കേൾക്കാറുണ്ടോ? പ്ലാസ്റ്റിക് നിരോധിക്കണം, മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ ജീവിക്കണം എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ടല്ലേ? നാച്ചുറൽ, ഗ്രീൻ, ഓർഗാനിക്, സസ്റ്റൈനബിൾ അങ്ങനെ പലവിധ ടാഗുകൾ കൊടുത്ത് ഒരുപാട് പ്രോഡക്ട്സ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്തിനാണ് നമ്മളിതെല്ലാം വാങ്ങുന്നത്? അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ജീവിതത്തിൽ പല തിരക്കുകളുടെ ഇടയിൽ കൂടി ഓടുന്നവരാണ് അല്ലേ? ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കാനോ, മരങ്ങൾ നട്ടുപിടിപ്പിക്കാനോ, പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ ജീവിക്കാനോ, സസ്റ്റൈനബിലിറ്റി എന്ന ആശയം നടപ്പിലാക്കാനോ ഒന്നും പ്രായോഗികമേ അല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ സ്ക്രീനിനോട് അഡിക്റ്റഡായി മനുഷ്യരിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മാനവിക മൂല്യങ്ങളിൽ നിന്നും എല്ലാം മാറി ഒരു യാന്ത്രിക ലോകത്തേക്ക് നീങ്ങുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിനൊക്കെ എന്താണ് പരിഹാരം, എന്താണ് ചെയ്യാൻ പറ്റുക എന്നോർത്ത് ആശയക്കുഴപ്പത്തിലായിട്ടുണ്ടോ? എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു വഴികാട്ടി. നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജന അർമേന. കോഴിക്കോട് NITയിൽ നിന്നും ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ PhD ബിരുദധാരിയാണ്. അതിലുപരി 2 കുട്ടികളുടെ അമ്മയാണ്. ഒരുപാട് കാലത്തെ എൻ്റെ ഒരു സ്വപ്നത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. സസ്റ്റെക്കോ. എന്താണ് സസ്റ്റെക്കോ? സസ്റ്റെക്കോ എന്നാൽ സസ്റ്റൈനബിൾ അംബ്രല്ല ഓഫ് സയൻസ്, ട്രഡീഷൻ, എർത്ത് ആൻഡ് കോൺഷ്യസ് ലിവിംഗ് എന്നാണ് ഞാൻ നൽകിയിരിക്കുന്ന നിർവചനം. ഇതൊരു പ്രോഡക്റ്റ് കമ്പനിയോ ഒരു NGOയോ ഒന്നുമല്ല, മറിച്ച് ഒരു മൂവ്മെൻ്റാണ്. ശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ പാരമ്പര്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ ബോധപൂർണമായ ജീവിതം നയിക്കാൻ കുടുംബങ്ങളെ സഹായിക്കുന്ന ഒരു സമഗ്രമായ ആശയമാണ് സസ്റ്റെക്കോ. ടു മേക്ക് സസ്റ്റൈനബിൾ ലിവിംഗ് ദ ന്യൂ നോർമൽ എന്നതാണ് സസ്റ്റെക്കോയുടെ വിഷൻ. അതായത് സസ്റ്റൈനബിലിറ്റി എന്നത് ഒരു വലിയ ആശയമായോ അല്ലെങ്കിൽ പ്രോഡക്ട്സിൽ ഒതുങ്ങി നിൽക്കാതെ മറിച്ച് കുടുംബങ്ങളിൽ മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് അതൊരു പുതിയ സംസ്കാരമായി മാറുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നത് ഒരു സ്വാഭാവിക രീതിയായി മാറുക എന്ന ഒരാശയമാണ്, ഒരു കാഴ്ചപ്പാടാണ് സസ്റ്റെക്കോയുടേത്. ഇത് നമ്മുടെ അമ്മയ്ക്ക്, പ്രകൃതിയാകുന്ന അമ്മയ്ക്ക് വേണ്ടിയാണ്. മാത്രമല്ല ഇത് നമ്മളുടെ വരും തലമുറയ്ക്ക് കൂടി വേണ്ടിയാണ്. കാരണം കുട്ടികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടല്ല വളരുന്നത്, നമ്മൾ ജീവിച്ച് കാണിക്കുന്നത് കണ്ടാണ് അവർ പഠിക്കുന്നത്. അതുകൊണ്ട് മാറ്റം തുടങ്ങേണ്ടത് അവരിൽ നിന്നല്ല, നമ്മളിൽ നിന്നാണ്, ഓരോ വീട്ടിൽ നിന്നുമാണ്. എന്താണ് സസ്റ്റെക്കോയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്? പ്രോഡക്ട്സ് ആണോ? അല്ല. സസ്റ്റെക്കോയിലൂടെ ആദ്യഘട്ടത്തിൽ പ്രോഡക്ട്സ് ഒന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പ്രോഡക്ട്സ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമ്മുടെ സാമ്പത്തികമനുസരിച്ച് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ഉപരി എന്തിനാണ് ഇതെല്ലാം വാങ്ങുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സസ്റ്റൈനബിലിറ്റി, പ്രകൃതി സൗഹാർദ്ദ ജീവിതം എന്നെല്ലാം പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളുടെ ഓരോ പ്രവൃത്തിയും അല്ലെങ്കിൽ ഓരോ ചിന്തകൾ പോലും നമ്മുടെ സമൂഹത്തെയും ലോകത്തെയും ഒക്കെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ബോധവൽക്കരണമായിട്ടാണ് ഞാൻ ഈ ആദ്യത്തെ ഘട്ടം ലക്ഷ്യമിടുന്നത്. അതിനായി നമ്മൾ ഒരുപാട് ചർച്ചകൾ ചെയ്യും, വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യും, അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്പേർട്സുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവും. ഈ മേഖലയിൽ ഉള്ള പുതിയ ബ്രാൻഡുകളെ, സംരംഭകരെ അവരെ പരിചയപ്പെടും. അതുപോലെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിൽ പലരും ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ ചർച്ച ചെയ്താലേ മറ്റുള്ളവരുമായി പങ്കുവെച്ചാലേ അതൊരു കമ്മ്യൂണിറ്റിയായി വളരുള്ളൂ. അതുകൊണ്ട് ഇതൊരിക്കലും ഞാൻ മാത്രം സംസാരിക്കുന്ന ചർച്ചകളായിരിക്കില്ല, ആ രീതിയിലായിരിക്കില്ല നമ്മുടെ ആദ്യഘട്ടം പോകുന്നത്. കാരണം ഞാനും പഠിക്കുകയാണ്, ഞാൻ പെർഫെക്റ്റേ അല്ല, എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റവും എല്ലാവരിലും വരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റി മുഴുവനായി നല്ല രീതിയിൽ പ്രകൃതിക്ക് വേണ്ടി, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി മാറണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ഒരു മാറ്റം സൃഷ്ടിക്കാം. അതുകൊണ്ട് ചർച്ചകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പലവിധ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള റെസ്പോൺസസിലൂടെയായിരിക്കും നീങ്ങുന്നത്. നമ്മളൊരു ടോപ്പിക് കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം ഒരാഴ്ച ചൂസ് ചെയ്യും. എന്നിട്ട് നമ്മളിൽ പലരും അത് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതിപ്പോൾ വെള്ളം സേവ് ചെയ്യാനാവാം, ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഷോപ്പിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഫാഷൻ ട്രെൻഡുകളെ പറ്റിയായിരിക്കാം, കുട്ടികളുടെ ഭക്ഷണ രീതികളെ പറ്റിയായിരിക്കാം. അങ്ങനെ സസ്റ്റൈനബിലിറ്റിക്ക് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്.
അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓരോന്നിലും നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം, ഓരോ കുടുംബത്തിലെയും നല്ല കാര്യങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് ഒരു നല്ല കമ്മ്യൂണിറ്റിയായി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ സസ്റ്റെക്കോയുടെ ലക്ഷ്യം. അതുകൊണ്ട് എന്തായാലും നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റികളിലും നിങ്ങൾ ആക്റ്റീവായി പങ്കെടുക്കണം. കാരണം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ റെസ്പോൺസ് രേഖപ്പെടുത്താം. അത് വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി വോയിസ് മെസ്സേജ് ആയിട്ടോ, എന്നെ നേരിട്ട് വിളിക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കമൻറ്റുകളായിട്ടോ, പോൾ റെസ്പോൺസസ് ആയിട്ടോ, ഇമേജുകളായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ റെസ്പോൺസസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നല്ല കാര്യങ്ങൾ എവിടെയെല്ലാം കണ്ടോ അതെല്ലാം പകർത്തുക, അത് എല്ലാവരിലേക്കും എത്തിക്കുക, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയായി വളരുക എന്നതാണ്. അപ്പോൾ അതാണ് സസ്റ്റെക്കോയുടെ ആദ്യഘട്ടത്തിലെ ലക്ഷ്യം. ഈ ആദ്യഘട്ടത്തിലൂടെ നമ്മൾ ഒരുപാട് സംരംഭകരെ പരിചയപ്പെടും. നല്ല പ്രോഡക്ട്സ് ഏതെല്ലാമാണ്, വിശ്വസിച്ച് വാങ്ങാവുന്ന പ്രോഡക്ട്സ് ഏതെല്ലാമാണ് എന്ന് നമ്മളൊരു സ്റ്റഡി തന്നെ നടത്തും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മളൊരു മാർക്കറ്റ് പ്ലേസ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അതായത് ഒരുപാട് പ്രോഡക്ട്സ് ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഗ്രീൻ വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അതായത് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും ഓർഗാനിക് ഏതാണ്, സസ്റ്റൈനബിൾ ഏതാണ് എന്നത് അറിയാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് എന്തെല്ലാമാണ് എന്ന് കണ്ടെത്തി അത് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ ആദ്യഘട്ടം എത്രത്തോളം ആളുകൾ ഇൻവോൾവ് ആവുന്നു അതിനനുസരിച്ച് നമുക്ക് നല്ല റെസ്പോൺസസ് കിട്ടിയാൽ ഏറ്റവും നല്ല പ്രോഡക്ട്സ് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സസ്റ്റെക്കോയുടെ ലക്ഷ്യം. സസ്റ്റെക്കോ നിങ്ങളുടെ ഓരോ വീട്ടിലും ഒരു പങ്കാളിയാവും. അത് സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോംസും വഴിയാണ് അത് ലക്ഷ്യമിടുന്നത്. നമ്മുടെ പല സോഷ്യൽ പ്ലാറ്റ്ഫോംസിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് കമ്മ്യൂണിറ്റി, അങ്ങനെ പലതും, യൂട്യൂബും. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ റെസ്പോൺസസ് രേഖപ്പെടുത്താവുന്നതാണ്. താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ കേട്ടോളൂ, ഓരോ ചെറിയ ചുവടും ഒരു വലിയ മാറ്റത്തിലേക്കുള്ള തുടക്കമാണ്. പല തുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ പലപ്പോഴും വലിയ ആശയങ്ങളും വലിയ മാറ്റങ്ങളെ പറ്റിയും സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ വലിയ മാറ്റങ്ങളെല്ലാം തുടങ്ങുന്നത് ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്നാവും. എന്നാൽ പലപ്പോഴും ആ ഒരു ചെറിയ ചുവട് വയ്ക്കാൻ നമ്മൾ മടിച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും സംഭവിക്കുകയുമില്ല, അല്ലേ? അതുകൊണ്ട് ഇത് എൻ്റെ ഒരു ചെറിയ അറ്റംപ്റ്റാണ് ഈ സമൂഹത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ. ഞാൻ വിശ്വസിക്കുന്നു ഓരോ സമൂഹവും മാറണമെങ്കിൽ ആ കുടുംബം മാറണം. ഒരു കുടുംബത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പില്ലർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അവിടുത്തെ അമ്മയാണ്. കാരണം അമ്മമാരാണ് ആ കുടുംബത്തെ ഏറ്റവും സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ മാറ്റം വരുത്താൻ ഏറ്റവും കെൽപ്പുള്ള ആൾ ആ അമ്മയാണ്. അമ്മമാർ മാറിയാൽ കുടുംബം മാറും, കുടുംബങ്ങൾ മാറിയാൽ സമൂഹവും മാറും, അങ്ങനെ സമൂഹങ്ങൾ മാറിയാൽ ലോകം തന്നെ മാറും. അതുകൊണ്ട് ഈ വലിയൊരു മാറ്റത്തിന് ചെറിയൊരു തുടക്കം നമുക്കിവിടെ കുറിക്കാം. ഒരുമിച്ച് നമുക്ക് മുന്നേറാം ഒരു നല്ല നാളേക്കായി.